ഇപ്പം ശരിക്കും പറഞ്ഞല്ലോ, ഇപ്പം ബിരിയാണി മാത്രമല്ലാതെ മറ്റു ഐറ്റം അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഓരോ സമയത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, പുതിയ പുതിയ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് മന്തിയൊക്കെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തോന്നുന്നുണ്ട്. ഓക്കെ, മന്തി ചിലപ്പോൾ ഇതേപോലെ തന്നെ ബിരിയാണി കൊണ്ടുവന്നപ്പോൾ തന്നെ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ, പുതിയതായിട്ട് അങ്ങനെ ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ടാണോ കൊണ്ടുവന്നത്? ആ ലെവലിലേക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു മന്തിയുടെ? ബിരിയാണി തന്നെ നമ്മൾ കുറേ ട്രയൽ റൺ നടത്തിയിട്ടാണ് ബിരിയാണി തന്നെ നമ്മൾ തുടങ്ങിയത്. ബിരിയാണി നമ്മൾ ഉണ്ടാക്കും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കും. അവർ നല്ല പക്ക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു റെസിപ്പി ലോക്ക് ചെയ്തിട്ട്. അതുപോലെ മന്തി തന്നെ നമ്മൾ ചെയ്യാൻ ഏകദേശം ഒരു 2 മാസത്തോളം സമയമെടുത്തിട്ടാണ് പല പ്രാവശ്യം ട്രയൽ റൺ നടത്തി പിന്നെ അത് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കും. അവർക്ക് ഫീഡ്ബാക്ക് ഫോം കൊടുക്കും നമ്മൾ. അതിനകത്ത് എക്സലന്റ്, ഗുഡ്, പിന്നെ ആവറേജ്, സാറ്റിസ്ഫാക്ടറി, പുവർ, ഇങ്ങനെ 4 ഇത് വെക്കും. അപ്പം നമ്മൾ ഒരിടത്ത് നിന്നിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കുന്ന ആളുടെ ഫുഡ് എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് ചോദിച്ചാൽ ചിലപ്പം നമ്മൾ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, അവർ കൊള്ളാമെന്ന് പറയും. കറക്റ്റ് നമുക്ക് അതൊരു മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ മാനേജേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം വഴി മാത്രമേ ഫീഡ്ബാക്ക് എടുക്കാവൂ. അപ്പോൾ അവർ കൃത്യമായിട്ട് അതിനകത്ത് നോട്ട് ചെയ്യും. എക്സലന്റ് ആണെങ്കിൽ എക്സലന്റ് എന്നിടും, ഗുഡ് ആണെങ്കിൽ ഗുഡ് എന്നിടും, സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അങ്ങനെ ഇടും, പുവർ ആണെങ്കിൽ അങ്ങനെ ഇടും. അപ്പം നമ്മളൊരു ഡിഷ് മന്തി തന്നെ ഇറക്കുമ്പോൾ ആ ഡിഷ് നമ്മുടെ ഗസ്റ്റുകൾക്ക് കൊടുക്കും, ഈ ഫീഡ്ബാക്ക് ഫോം വാങ്ങും. ഇതിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 പേർക്ക് കൊടുത്താൽ ഒരു 8 എക്സലന്റ് ആണെങ്കിൽ അത് നമ്മൾ നല്ലതാണെന്ന് മനസ്സിലാക്കും. ഇതിപ്പോ റെസ്റ്റോറന്റിൽ വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതെ. അപ്പൊ എന്നിട്ട് അവർ തരുന്ന ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് നിങ്ങൾ ലോഞ്ച് ചെയ്യാം പുതിയ ഐറ്റം. ഇത് ഏത് റെസ്റ്റോറൻറ്റുകാർക്കും ഇത് ചെയ്യാവുന്ന കാര്യമാണ്. പലരും ഇത് ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ 100% ആൾക്കാരെയും ഒരു റെസ്റ്റോറൻറ്റിനും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചായയുടെ കാര്യം തന്നെ എടുത്താൽ ഒരാൾക്ക് ലൈറ്റ് മതി, ഒരാൾക്ക് മീഡിയം വേണം, ഒരാൾക്ക് സ്ട്രോങ് വേണം. ഇപ്പൊ എല്ലാവരും കൂടെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു 90% ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റിയാൽ ആ റെസ്റ്റോറൻറ്റ് വിജയിച്ചു എന്നാണ് അർത്ഥം.